സജിയെ എന്താ നീ വന്ന് ഒന്നും ചോദിച്ചോല്ലോ പറഞ്ഞല്ലോ കയറി അങ്ങ് ഇരിക്കുവാണോ? 3 ദിവസമായിട്ട് ബാർബർ ഷോപ്പിൽ ഞാൻ കയറി ഇറങ്ങി നടക്കാണോ? ചേട്ടൻ എന്താ എന്നെ ഷേവ് വെച്ചിരിക്കുന്നതൊക്കെ എലി കരണ്ടി കണക്ക്. അതെന്നാന്നോ അന്നിങ്ങനെ പോയ ആദ്യ ദിവസം ഞാൻ ഇവിടെ വന്ന് ചേട്ടൻ ഷേവിങ് തുടങ്ങിയപ്പോൾ ചേട്ടൻ റേഷനറി കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് പറക്കാനെന്നും പറഞ്ഞു പോയാ. പെണ്ണുമ്പളെ വിളിച്ചാ. രണ്ടാമത്തെ ദിവസം റേഞ്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിയോട്ടെ കയറി പോയാ. അത് ഇവിടെ റേഞ്ചിലായിരുന്നു, അപ്പുറം റേഞ്ചിലായിരുന്നു, അത് വാങ്ങിക്കാൻ പോയത്. അത് ശരി. അപ്പൊ 3-ാമത്തെ ദിവസം ജോസ് ചേട്ടൻ ഒരു ഓടി കാർ വാങ്ങിച്ചെന്ന് പറഞ്ഞ് അത് കാണാൻ ചേട്ടൻ ഇവിടെ ഓടിപ്പോയപ്പോ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ കുത്തിയിരുന്നിട്ട് ഈ കടയുടെ ഷട്ടർ ഇട്ടിട്ടാ ഞാൻ വീട്ടിൽ പോയത്. അറിയോ? എടാ ഈ താക്കോല് പെണ്ണാ നമുക്കൊന്ന് പൂട്ടിട്ട് പോകാൻ വളർന്നത്. പിന്നെ പൂട്ടിയിട്ട് പോയത് ജുവലറി അല്ലേ? ജുവലറി ആണോന്ന് വെച്ചാൽ നീ അങ്ങനെയൊന്നും പറയണ്ട. എൻ്റെ അപ്പനായിട്ട് ഉണ്ടാക്കിയ ബാർബർ ഷോപ്പാ. അപ്പം മറന്നുകൊണ്ട് കത്രിയത് ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുന്ന എവിടെ നിന്ന് അറിയാവോ? എന്നിട്ട് എന്നെ ഉണ്ട് ഇപ്പൊ ഇവിടെ ഷേവ് ചെയ്ത് പൂർത്തിയാക്കി. നാളെ എനിക്ക് പെണ്ണ് കാണാൻ പോകണ്ട. നാളെയോ? ആണോ? അത് ശരി, സെറ്റപ്പ് ആക്കി തരാം, നീ ഒന്നും പേടിക്കണ്ട. ഇന്ന് സെറ്റപ്പ് ആക്കി ഒന്നും വരലേന്ന് നീ പ്രാർത്ഥിക്കും. ഇന്ന് കട്ടായിട്ട് എനിക്കത് ഷേവ് ചെയ്ത് കറക്റ്റായിട്ട് തരാന്ന്. നീ ധൈര്യമായിട്ട് ഇരിക്കുവാനെ. പിന്നെ ഈ സൈഡിൽ തേക്കുന്നില്ലേ? ഈ സൈഡിൽ തേക്കുന്നില്ല. എടാ 3 ദിവസമായിട്ട് ഇത് ഒരു സൈഡിൽ തീർക്കാൻ പറ്റിയിട്ടില്ല. ഈ സൈഡിൽ തീർക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നാ വന്നതെന്ന് ആർക്കറിയാം. നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. കടയാന്ന് പറഞ്ഞാൽ എന്തോ ഒരു മുടിയാന്ന് നോക്കി ഇതിലെ പോയി രോമങ്ങൾ കിടക്കണേ. ഒന്ന് വൃത്തിയായിട്ട് ഇത് വെച്ചുകൂടാ. എന്റെ പൊന്നു മെമ്പർ, എന്റെ ചോറാണ്. ഈ രോമോ എന്നാ നീ ഒരു പ്ലേറ്റിനകത്തേക്ക് രോമം എടുത്ത് മീമെടുത്ത് സൈഡിൽ വെച്ചാൽ തിന്നാൻ മേലായിരുന്നു. ഒന്ന് പോ മെമ്പറെന്ന്. അതല്ല പറഞ്ഞത്, ഇതെന്റെ ചോറാണ്. നമ്മുടെ പണി വൃത്തിയായിട്ട് നോക്കണ്ടേ? ഇങ്ങൊന്ന് ഒരു കാര്യം പറട്ടെ. പറ. ഇതെന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടണത് ഇല്ലെങ്കിൽ കടയിൽ പണിയില്ലാന്ന് ആൾക്കാർ ഓർക്കുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ എടുക്കണ ഇഷ്ടം പോലെ പണിയുള്ള കടയാന്ന് ഓർത്ത് തിരക്കുണ്ടാവും. അതുകൊണ്ടാ. മനസ്സിലായോ? മുടിയൊക്കെ പലയിടത്തും നരച്ചല്ലോ, മീശ മാത്രമാണല്ലോ നരക്കാത്തുള്ളൂ. അത് മുടി ഉണ്ടായിക്കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞല്ലേ മീശ ഉണ്ടായത്. അപ്പൊ താമസം പിടിക്കും. റെഡിയാവും, റെഡിയായിക്കോളും. ഞാൻ വന്നിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ വീടില്ല, ഒരു ഗേറ്റ് വെച്ചൊരു വീട്. എസ്തഫാൻ ചേട്ടൻ. ആ എസ്തഫാൻ ചേട്ടൻ്റെ മോനാണ് ഈ പറയുന്ന ടീം. ഏതാ വളവിലുള്ള? അല്ല ഞാൻ ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലല്ലേ ഒരു 4-5 പട്ടിയൊക്കെ ഉള്ളേ? അതെ അതെ. പുള്ളിയുടെ പട്ടിയൊക്കെ വെറൈറ്റി പേരാട്ടോ. എന്നാ പട്ടിയുടെ പേര് ഒന്ന് രവി, മത്തായി, കുഞ്ഞപ്പൻ, കണ്ണപ്പൻ എന്നൊക്കെ പട്ടിയുടെ പേരിട്ടേ. അങ്ങനെയുള്ള പട്ടിയുടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു വെറൈറ്റി അല്ല, ഇവനും ഇവൻ്റെ അപ്പനും നാട്ടുകാരായിട്ട് യാതൊരു ചേർച്ചയില്ല. എല്ലാവരുമായിട്ട് ഉടക്കാം. അയലോക്കംകാരുടെ ആൾക്കാരുടെ ഗ്രഹനാഥന്മാരുടെ പേരാണ് പട്ടിക്കിടുള്ളൂ. എന്നിട്ട് അത് വിളിച്ച് അവരെ കളിയാക്കലാണ് ഇവന്റെ പരിപാടി. ഞാൻ മനഃപൂർവ്വം ഈ അയലോക്കക്കാരെന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് ചെയ്യണ ദ്രോഹം എന്താണെന്നറിയും. ഇവരുടെ വീട്ടിലുള്ള പട്ടിക്കൊക്കെ എന്റെ പേരായിട്ടാണ്. നിന്റെ പേരെന്നാ? എന്റെ പേര് ടോമി. അത് കൊള്ളാം. പട്ടി ഉണ്ടായ കാലം മുതലേ ആസ്ഥാന പേരാ ടോമി. അതായിരിക്കും മനുഷ്യരുടെ അല്ല പിന്നെ മനുഷ്യന് ചെയ്യാൻ പോന്നെ. എടാ നീ കിടന്ന് ബഹളോടെ ചെയ്യാന്ന്. പെണ്ണ് കാണാൻ പെണ്ണ് കാണാൻ പോയാ പോവാലോ. എക്സ്ക്യൂസ് മീ, എന്തോ തിരക്കാണോ? തിരക്കാൻ ഭാഷ ഒരു പണി ചെയ്തോണ്ടിരിക്കുകയാണ്. തിരക്കാണ്. അന്ന് ഞാൻ ഏറ്റവും വരെ ഒന്ന് പോയിട്ട് വരാം. ഇത് കുറെ നേരമായാലും ഇവിടെ കാണും കറക്കണം. ഈ സജിയൊക്കെ വന്ന് രാവിലെ കയറിയെങ്കിൽ ഇരിക്കും. 60 രൂപയുടെ പണി ചെയ്യും, 30 രൂപ കടവും പറഞ്ഞിട്ട് പോകും. അതെന്ന് പറഞ്ഞാൽ ഫേഷ്യലോ എന്തൊക്കെയോ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് രാവിലെ ഓരോരുത്തന്മാർ ഇങ്ങനെ എൻ്റെ കഷ്ടകാലത്തിന് വന്ന് കയറും. അതാണ് ഈ പ്രശ്നം. ഒരു 2500 രൂപ പണിയും കണ്ടിട്ടത് ആണല്ലേ? പിന്നെ അല്ലെ പിന്നെ അങ്ങനെ ഒന്നും പറയില്ലല്ലോ. നമുക്ക് പോവാം. ഇവിടെ ഉണ്ടായിരുന്ന മെമ്പർ പോകരുത്, ഒരു കാര്യം പറയാനുണ്ട്. ചേട്ടോ, ഞാൻ ഇന്നലെ കൊച്ചിനെ കൊണ്ട് മുടി വെട്ടിക്കാനായിട്ട് വന്നായിരുന്നു. അപ്പൊ ആർക്കാണ്ട് ആക്സിഡന്റ് ആയെന്നോ ആശുപത്രി കൊണ്ടുപോയെന്നോ ഒക്കെ സൂണൻ ചേട്ടൻ പറയുന്നത് കേട്ടു. എന്നാ ആർക്കായിരുന്നു? എന്നാ പറ്റിയ? എന്റെ പൊന്നെ, അത് ചെറിയ കേസ്, നിസാര കേസ്, വിട്ടുകളഞ്ഞേ. അതൊരാളെ കഴുത്തിന്റെ ഒരു ചെറിയൊരു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരാൾ മുടി വെട്ടിക്കാൻ വന്നു, ഷേവ് ചെയ്യാൻ. അവനെ കൊറണാവളി കണ്ടിച്ചെടുത്തു. മെമ്പറിന് ആവശ്യമുള്ള വർത്താൻ പറഞ്ഞിട്ട് ഉണ്ടായ സംഭവമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ അവനോട് ചോദിച്ചു, നീ താടി പഠിച്ചാൽ മതിയോ മീശ പഠിക്കണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് അവൻ പറഞ്ഞു. അങ്ങനെ മുറിഞ്ഞത്. അതെങ്ങനെ മുറിയും? വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ മുറിയും? ഞാൻ കത്തി പഠിച്ചു ഇവിടെ കുടുംബം വെച്ചപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞേ. പിന്നെ മുറിയാതിരിക്കുന്ന എന്റെ കുഴപ്പമാണോ അത്? കൊറണാവളി പുറത്ത് ചാടിയെന്നാ കേട്ടോ. ഓ അതെ, രമണിയോട് ഒരു കാര്യം പറയാനുണ്ട്. രമണിക്ക് എത്ര പിള്ളേരാ? എനിക്ക് ഒന്നുകൂടി ശ്രമിച്ചാലോ? ഞാൻ മെമ്പറേത് ആ ചെറുക്കന്റെ കഴുത്ത് മുറിഞ്ഞാലോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഒന്നുകൂടി ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2500 രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. ഇതിനേക്കാളും വലിയ വലിയ ഓഫറുമായിട്ട് ഓരോരുത്തന്മാര് പുറകെ നടന്നിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴാ മെമ്പറിന്റെ ഒരു 2500 കുണുവ. അത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതല്ലെന്ന്, ഇത് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കണമെന്ന്. പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന മെമ്പർ പറഞ്ഞത്. പഞ്ചായത്തിൽ നിന്നാണേലും ആരാണ് തന്നെ വേദന അനുഭവിക്കാൻ? ഞാൻ തന്നെ. ചുമ്മാ വെച്ചോ വേദന അനുഭവിക്കാതെ. ഇത് കേട്ടെ, കെട്ടിയും 2000 രൂപ കല്യാണം കഴിച്ചു പറഞ്ഞേ. എന്താ രവിച്ചേട്ടാ, ഒന്നും പറയണ്ട. വീട്ടിൽ കിടന്ന് പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. എനിക്കിവിടെ സഹായിക്കാൻ ആരേലും ഉണ്ടോന്ന്
ദേണ്ടടാ കേട്ടതിന്റെ പിറ്റേ ദിവസം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വന്ന് നിർത്തിയിരിക്കും. എന്തിനാന്ന് ചോദിച്ചപ്പോ നിനക്കൊരു സഹായത്തിന് കൊണ്ട് നിർത്തി. ആഹാ കൊള്ളാലോ. ഏതായാലും അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഒരു വോട്ട് കൂടി എനിക്ക് കിട്ടും. അവിടുത്തെ പഞ്ചായത്തിലേക്ക് ഞാൻ വല്ല പറഞ്ഞ കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ പച്ചപ്പാതിരാത്രിക്ക് എന്റെ മൊബൈലിലേക്ക് ഈ വാട്സാപ്പ് മെസ്സേജ് അയക്കണം? കുണുകുണുകുണുകുണാന്നുള്ള ഒച്ചക്കാരനെ എനിക്ക് കിടന്ന് ഉറങ്ങാനില്ല. എന്നാ മെമ്പർ ഇത്? അല്ല അത് വേറെ ഒന്നല്ല, ഈ പഞ്ചായത്തിലൊക്കെ പുതിയ ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അത് ഞാൻ ആനുകൂല്യങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ഇങ്ങനെ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്താലും ഞാൻ വല്ല പറഞ്ഞ കൂടിപ്പോവും. ആനുകൂല്യം ഐ മിസ് യൂടാന്ന് ആനുകൂല്യം. എങ്ങനെയാണ് ആനുകൂല്യം അയക്കണം? അങ്ങനെയാണ് ആനുകൂല്യം മെമ്പറെ. അല്ലെന്നേ, നിങ്ങൾ നേരത്തെ വന്നില്ലെങ്കിൽ ഈ ആനുകൂല്യം മിസ്സാകൂട എന്ന് പറഞ്ഞ അല്ല, മിസ്സൂടാന്നല്ല ഞാൻ മിസ്സാകൂടാ മെമ്പറെ ഉരുളി വേണ്ട കേട്ടോ. മേത്തി ചെളി പറ്റും മെമ്പർ ഈ മാതിരി ഉരുളി കളിച്ചാ. കൊച്ചിനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ ഒന്ന് വെട്ടിച്ച. ഒന്ന് വിളിച്ചോണ്ട്. അതെ. എന്നതാ ഇത്? അത് തന്നെ പോകുന്നല്ലോ. ഈ രമണി എങ്ങനെയാ? മെമ്പറുടെ പെണ്ണുമ്പിള്ളയുടെ അത്രയും പെശകല്ല. പക്ഷേ ഹൈവേ കട പോയ അടിയാ ഞാൻ MC റോഡ് ഇന്ന് മേടിച്ച്. ഒരു ആവശ്യം. ഹലോ, എക്സ്ക്യൂസ് മീ. കഴിച്ചില്ലേ ഇതുവരെ? എന്നാ തിരക്ക് കഴിഞ്ഞില്ലേന്നു? സജി ഞാൻ മാറിയിക്കടാ ഒരു മിനിറ്റ് കൊന്നേ. ഇല്ല മറത്തില്ല, ഞാൻ മറത്തില്ല. എനിക്ക് നാളെ പെണ്ണ് കാണാൻ പോകണ്ട. നിങ്ങൾ വിള കളിക്കല്ല ചുമ്മാ. എടാ സജി ഒന്നും ചുമ്മാ ഇരുന്ന് എത്ര ദിവസം കൊണ്ട് ഞാൻ നടക്കുക ചേട്ടൻ്റെ പുറമെ. എങ്ങനെയുണ്ട് ആളുകൾ? എടാ പൂരുടെ കേസ് സജി ഒന്നും മാറാ. നീ മാറിക്കാതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ കത്തറി കയറിക്കാതെ. നിങ്ങൾ മാറാൻ പറഞ്ഞാൽ മാറിയപ്പോ നീ എന്നെ ബസ് ഓടിക്കുന്നത്. പൈസ പണി കൂടുതൽ വേഷം കെട്ടൊന്നും കാണിക്കണ്ട കേട്ടാ. അതെ, ഇവിടെ അടുത്ത് ബാർബർ ഷോപ്പ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, നിങ്ങൾ പച്ചരി വാങ്ങിക്കട്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ നിന്റെ പച്ചരി ഞാൻ ബിരിയാണിയും ചിക്കൻ കറിയും കഴിക്കാൻ പോവാ. അന്നേരം അവിടെ പച്ചരി നീ പോടായി വന്ന മെമ്പറേ. ഹലോ സുഹൃത്തെ, ബാബു കയറി കയറി കയറി. തുടങ്ങാത് പുള്ളി ഇറങ്ങി പോവല്ലേ. എന്നാ പറഞ്ഞു ഏത് സ്റ്റൈലിൽ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞു. അയ്യോ, എന്നെ ഒന്നും ചെയ്യാനല്ല. പിന്നെ ഞാനൊരു 50 രൂപ കടം ചോദിക്കാൻ വന്ന. എന്നാന്ന് ഒരു 50 രൂപ കടം ചോദിക്കാൻ വന്ന. മെമ്പറെ മെമ്പറെ ഇവൻ അമ്പൂര് കടന്നു തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സജിയേ സജി പോയി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ ആദ്യം മുതൽ രാവിലെ മുതൽ തിരക്കാണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടായിരുന്നല്ലോ. അയ്യോ, അന്നേരം ഇവിടെ ആൾക്കാരല്ലേ? ആൾക്കാർ മുമ്പ് ചോദിക്കാൻ ഭയങ്കര ക്ഷേമല്ലേ? നാണോ മാനമുള്ള ആളാ. കുറച്ച് എഴുന്നേക്കടാ ചേട്ടെ, എഴുന്നേറ്റ്. ആ തുണി രാത്രി എത്തിയ കൊല്ലടനും ഇപ്പം നീ ഇവിടുന്ന് പൊക്കോ കേട്ടോ. പൊക്കോ. നീ അപ്പം ATM പോവാന്ന് പറഞ്ഞത്? ഓ, അതൊന്നും പറയണ്ട. എന്റെ ഫ്രണ്ടിനോട് കുറച്ച് മണി ഞാൻ ചോദിച്ചായിരുന്നു. അവന് ATM-ലേക്ക് ഇട്ട 50 രൂപ. ഞാൻ ATM ചെന്ന് കഴിഞ്ഞപ്പോൾ 100 രൂപ കുറവ് എടുക്കാൻ പറ്റണല്ലോ. അയ്യോ എന്ത് മാന്യം. പൊക്കോ, നീ പഞ്ചായത്തിൽ കണ്ടേക്കല്ലോ നീ. എന്റെ ഷേവ് ചെയ്യാം. ഷേവ് ചെയ്യാം. വാ കിട്ടണായി വാ. എന്റെ മെമ്പർ കഴുത്ത് മുറിച്ച കേസിൽ പ്രശ്നമായെന്ന് പറഞ്ഞോട്ടാ പോലീസ് വന്നെ. ഹലോ, ഈ കേബിളും വയറൊക്കെ ഒന്ന് എടുത്ത് കളയാവോ? അല്ലെങ്കിൽ അതും കൂടെ കൂടി കണ്ടിച്ചു കളയും. സാറേ തിരക്കാ, ഇപ്പൊ വിളിക്കാട്ടോ. കട്ടിങ്ങാണ് ക്ഷമിക്കാണ് സാറേ. അതൊന്നും അല്ലടാ. ഈ വഴിവെക്കൽ ടോമി ഏതാടാ? വഴിവെക്കൽ ടോമി. വഴിവക്കിൽ ടോമി ഞാൻ എന്റെ ബുക്കിനകത്തുണ്ടായിരിക്കും. അതിനകത്ത് ശാന്തയുടെ ലീലയുടെ ഒക്കെ പേരുള്ള പിണ്ടായിരിക്കും. വഴിവക്കിൽ എന്താടാ? ഇതാ ടോമി. ഇതാ ടോമി. വഴിവക്കിൽ ടോമി. നീ ഇവിടെ ഉണ്ടായിരുന്നാ? എന്താ സാറേ? കൂട്ടുകാരാന്നോ? നീ ഈ അടുത്തെങ്ങാനും ഈ പുഴയെന്ന് മണൽ വാരിയായിരുന്നോ? പുഴയൊന്നും മണൽ വാരിയില്ല സാറേ. വാരിയില്ല? വാരിയില്ല. ഉറപ്പായിട്ടും വാരിയില്ല. അല്ല, ഞാൻ കൂട്ടുകാര് വാരിന്നു. കൂട്ടുകാർ വാരി. ഭാര്യക്ക് ഭാര്യ എന്നുള്ള കാര്യം പറ. വാരിയിട്ടുണ്ടാവും. എടാ, ഈ പ്രകൃതി ദുരന്തം ഒക്കെ ഉണ്ടാക്കുന്ന നിന്നപ്പുറം ഒറ്റ ഒരുത്തനാ. ഞാനാ? നീയാ? എടാ, പുഴയിലൊന്നും മണൽ വാരി കഴിഞ്ഞാൽ പ്രശ്നം എന്താ നിനക്കറിയാടാ? അതിന് പുഴയിൽ ഇത്തിരി മണൽ വാരി നിശ്ചയിപ്പോ എന്താ വകുപ്പം തരുത്? എന്തോ അവൻ വകുപ്പ് പറഞ്ഞാലേ വകുപ്പ് പറഞ്ഞാലേ നീ പറ്റുള്ളൂടാ. എടാ, പറയണ എനിക്ക്. അല്ല സാറ് പറഞ്ഞാൽ മതി. കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു. എടാ, പുഴയിൽ മണൽ വാരി കഴിഞ്ഞാൽ IPC 451 വകുപ്പ് അനുസരിച്ച് നീ അകത്ത് കിടക്കും. നീ വെട്ടു. വകുപ്പ് ഏതാ? ഞാൻ മെമ്പറാ ഇവിടുത്തെ. മെമ്പറാണെങ്കിൽ ഇതുപോലുള്ള ക്രിമിനൽസുമായിട്ടുള്ള ഇടപാട്. അല്ല അത് ഓക്കെ. ആ വകുപ്പ് എന്ന് പറഞ്ഞു വകുപ്പ് IPC 451 വകുപ്പ് അനുസരിച്ച് നീ അകത്ത് കിടക്കണ്ട. 451 ഏത് വകുപ്പ്? അത് പുഴയെന്ന് മണൽ വാരണ. സാറേ 450 വകുപ്പ് ഏതാണെന്നറിയാവോ? ഭവന വേതനം. അല്ലാതെ പുഴയെന്ന് മണൽ വാരണല്ല. അല്ല നിയമമൊന്നുമല്ല. അല്ല സാറ് അടങ്ങ്. മെമ്പർ കാര്യം പറയുമ്പോൾ നമുക്കറിയാതെ അങ്ങനെ ചൂടായാണ്. ഭവന വേതനം നമുക്കറിയാം. നിങ്ങൾ ഭവന ഇത്ര കൃത്യമായിട്ട് എന്താ മെമ്പറെ? ഭവനവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷന് രമണിയുടെ വീട്ടിൽ ഓടും പൊട്ടിച്ച് രാത്രി 12 മണിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി പുള്ളി ചെന്നു എന്നാണ് പറയണത്. എല്ലാവരും കൂടെ പിടിച്ചു തെങ്ങെ പിടിച്ച് കെട്ടിയിട്ടതാ. അന്ന് അങ്ങനെ ഒരു കേസ് വന്നു. അത് ഏതായിരുന്നു വകുപ്പ്?
അത് പറഞ്ഞ 450. 450. അത് പുള്ളിക്കറിയാം. അതാ പുള്ളി പറഞ്ഞത്. ഉറപ്പായിട്ടും പുള്ളി പുഴയിൽ പറഞ്ഞതാ. മണൽ വേണം നല്ലത്. എനിക്കറിയാം. അല്ല അതല്ല അത് കുഴപ്പമില്ല. അതിപ്പോ വേറെ വകുപ്പുണ്ടല്ലോ. എടാ വേറെ വകുപ്പ് അകത്തേക്ക് നിന്നകത്തായിക്കോളാം ഞാൻ. നീ അത് കുഴപ്പമാക്കില്ല. ഒരു പണി ചെയ്യാം. നീ കൂട്ടുകാരായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുഴയുടെ സൈഡിൽ ഇരുന്നിട്ട് എന്നിട്ട് ഈ പുഴ സൈഡിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നീ പുഴയിലിട്ടാണ്. അവിടെ ഇന്ന് ഇച്ചിരി ഭക്ഷണം കഴിച്ച് 1-2 പാത്രങ്ങൾ വിടുന്ന വെച്ചാൽ എന്ത് വകുപ്പാണ് സാറേ ഇതൊക്കെ? വിശന്നിട്ടല്ലേ? പുഴയിൽ മാലിന്യം ഇട്ടു. പുഴയിൽ മാലിന്യം ഇട്ടു. അതിനെന്നാ വകുപ്പ്? IPC 354 വകുപ്പ് അനുസരിച്ച് നീ അകത്താവും. 2 വർഷം കഠിന തടവും പിന്നെ ഒരു 5 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. അതിൽ നീ എങ്ങനെ പുഴയിൽ മാലിന്യം ഇട്ട IPC 354. 54. സാറിനൊക്കെ ആരാ സാറേ പോലീസാക്കി? എന്തുവാണ് മാലിന്യം ഇട്ട അതല്ല, പിന്നെ ഇത് പെണ്ണുങ്ങൾ അശ്ലീലം പറഞ്ഞാണ് 354 ഫോണിലൂടെ. അതാണ് എനിക്കറിയാം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. ഞാൻ ഈ നിയമവും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ആളാ. ഇപ്പൊ വന്ന പെണ്ണുമ്പിള്ള അല്പം പറഞ്ഞോണ്ട് പോയല്ലേ ഫോണിൽ അസലിയം പറഞ്ഞ കേസ്. എത്ര പേരോട് പറഞ്ഞ് എത്ര കേസ് പിടിച്ചിട്ടുണ്ടെന്നറിയാവോ? ഈ വകുപ്പ് 354 ഈസി ആയിട്ട് പുഷ്പം പോലെ മാലിന്യം ഇട്ട അല്ലേ ഊരിപ്പോരും പുള്ളി. അതാണ് സാറ് ഓരോ നിയമങ്ങളും. വേറെ വകുപ്പുണ്ട്. ഇവനെ ആൾമാറാട്ടം നടത്തി. നീ മണൽ വാരി ആരാന്ന് പറഞ്ഞ കൂട്ടുകാരൻ. എടാ നീ ചെയ്ത തെറ്റ് മറ്റുള്ളവന്റെ പെടലേക്ക് വെച്ചിട്ട് നീ ആണെന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം. IPC 420 ആണ് കറക്റ്റ് ആയിട്ടുള്ള വകുപ്പ്. നീ പെട്ടു. നീ 420. അതെന്ത് വകുപ്പ് അത്? അത് മണൽ വാരൽ 420. എനിക്ക് കൺഫ്യൂഷൻ വന്നു. ഹിന്ദിയില് 420. അത് ഭായിമാരുണ്ടാക്കുന്ന ഒരു മുറുക്കാനാ സാറ്. സാറ് ഈ ആവശ്യമില്ലാത്ത വകുപ്പ് ഒന്നും വരല്ലേ. അതൊന്നും അല്ല. വേറെ വകുപ്പുണ്ടോ നോക്ക് സാറ്. വേറെ വകുപ്പുണ്ട് സാറേ. ഞാൻ ഇവനെ പൊക്കിക്കൊണ്ട് പൊക്കോളാം. വേറെ വകുപ്പുണ്ട് സാർ. അത് പറ. 337 ആയിരിക്കും. അതേത് വകുപ്പാ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 337 വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാപ്രാണികളെ മരത്തിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. അതാണ് 337. മങ്ങാട്ട മത്തായിച്ചാട്ടം പെണ്ണുമ്പഴങ്ങൾ കൂടി പ്ലാവെ കെട്ടിയിട്ട് പച്ചപ്ലാവെ കെട്ടിയിട്ട് തുണി അഴിച്ചു കളഞ്ഞ കയറി പറഞ്ഞു അല്ലേ? അല്ലേ? ആട് എന്ത് കുഞ്ഞ ആടാ എന്റെ മെമ്പറെ. മെമ്പറിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആട് അന്നത്തെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടല്ലോ മെമ്പർ പഞ്ചായത്തില് ഗ്രാമസഭ കൂടിയപ്പോ പുറകിൽ നിന്നൊരു ഒറ്റ ഇടി കൊടുത്തിട്ടുണ്ടല്ലോ. രമണി വൈസ് പ്രസിഡന്റ് രമണിയുടെ മടി പോയിരുന്നു. അതിന്റെ കേസ് വേറെ. ഈ പുള്ളിക്കില്ലാത്ത കേസില്ല വകുപ്പും. അറിയാവോ? അതുകൊണ്ട് വകുപ്പും കാര്യങ്ങളും എനിക്കറിയാം. എനിക്കറിയാം ഇവനെ കൊണ്ടുപോകാൻ കേട്ടാ. നീ കൂടുതൽ സംസാരിക്കണ്ട. അജി സാറേ. ഹലോ സാറേ നമ്മളെ ആ മണൽവാരൽ കേസിൽ പ്രതിയില്ലേ ടോമി? ടോമി. അപ്പൊ സാറ് പറഞ്ഞിട്ട് ഞാൻ അവനെ അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നേ. വന്നപ്പോ തന്നെ ഇവര് ഇവിടെ വേറൊരുത്തം ഭയങ്കരമായിട്ട് വകുപ്പ് പറയുന്നു സാറേ. ഞാൻ കുറെ വകുപ്പ് പറഞ്ഞു. ഈ മണല് നമ്മുടെ വകുപ്പ് കുറെ പറഞ്ഞു. ഈ മണൽ വാരൽ കേസിൽ ഈ വകുപ്പ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു സാറേ. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചപ്പോ ഇവിടെ ഒരു മെമ്പർ ഉണ്ട്. അവൻ എല്ലാ വകുപ്പും കൃത്യമായിട്ട് അറിയാവുന്നവനാ. ഇവന് പ്രതിനെ വിട്ടു തരുന്നില്ല സാറേ. അത് ഇവിടെ പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞു. ഇവന് എല്ലാ വകുപ്പിലും നല്ല നിയമ പാണ്ഡിത്യമുള്ളവനാ. ഉണ്ട് സാറേ. ഉണ്ട് സാറേ. എന്തിനാ സാറേ? അവനോട് നീ ചോദിച്ചേ, നമ്മൾ ഈ IG റാങ്കിലൊക്കെ ഉള്ളവര്, IG റാങ്കിലുള്ളവര് ഗേൾ ഫ്രണ്ടുമായിട്ട് വണ്ടിയെ പോയിട്ട് ഒരാളെ ഇടിച്ചു കൊന്നു കഴിഞ്ഞാലേ അതിന്റെ വകുപ്പ് എന്തുവാന്നൊന്ന് ചോദിച്ചേടാ അവനോട്. സാറേ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഒന്ന് പെട്ടു നിൽക്കടാ. ഒന്ന് ചോദിടാ. ഒരു ആവശ്യത്തിന് നടക്കട്ടാ. ഒന്ന് സാറേ ഞാനിവിടെ നടക്കടാ സാറേ. അതെ നമ്മളെല്ലാരും ഒരിടത്തുള്ള ഇല്ലയോ ഒന്ന് ചോദിരേ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം സാറേ. ഒരു മിനിറ്റ് സാറേ. ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ സാറേ. അജി സാറേ പൊക്കിക്കോളാം സാറേ. ഓക്കെ. അതെ ഇപ്പോ ഇവനെ ഒരു വകുപ്പിൽ നമുക്ക് പെടുത്താൻ പറ്റണല്ലോ അല്ലേ? പറ്റത്തില്ല. സേഫായി എല്ലാം അപാരം തന്നെ. അപാരം തന്നെ. വകുപ്പ് അനുസരിച്ച് ഒന്നും പൊക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഉള്ളോട്ടം മെമ്പറുണ്ട്. നീ രക്ഷപ്പെട്ടാ. പക്ഷെ ഈ മെമ്പറെ ഞാനങ്ങ് പൊക്കുവാ. എന്തിനാ പൊക്കുന്നതെന്നോ? ഇത്രയും നേരം മെമ്പർ ഇവിടെ കിടന്ന് ഈ തത്ത പറയുന്ന പോലെ ഇവിടെ ചെയ്ത തെറ്റുകൾ മുഴുവൻ പറഞ്ഞായിരുന്നോ? ശിക്ഷ കിട്ടിയിട്ടില്ലല്ലോ. പറഞ്ഞോർത്ത് തന്നെ ആരും ഇതൊക്കെ ഞാൻ ഈ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോ ഓൺ ചെയ്തിട്ടാണല്ലോ. നമ്മൾ പോലീസിന്റെ ബുദ്ധിയാണല്ലോ. മെമ്പറെ വല്ല വകുപ്പുണ്ടോ നോക്ക് രക്ഷപ്പെടാൻ. ഇതിനകത്ത് വകുപ്പ് തീർന്നു. എന്നെ രക്ഷിക്കാനുള്ള വകുപ്പ് ഇല്ലല്ലോ തമ്പുരാനെ. മെമ്പർ എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക്. എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ട്? നീ രക്ഷിക്കാൻ ഒരു വകുപ്പ് ഞാൻ നോക്കിട്ട് കാണല്ല. പിന്നെ ഈ മെമ്പർ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് പഞ്ചായത്ത് രക്ഷപ്പെടും എന്നുള്ള ഉറപ്പാ.